ലൈവ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ SIT പരിശോധന മണിക്കൂറുകൾ പിന്നിടുന്നു. പോറ്റിയും തന്ത്രിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ SIT. തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം, തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ. തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. തന്ത്രിയുടെ അറസ്റ്റിൽ രാഷ്ട്രീയ പോര്. തെരഞ്ഞെടുപ്പ് പരാജയം മറച്ചുവെക്കാൻ SITയെ ഉപയോഗിക്കുന്നുവെന്ന് BJP. വീട് സന്ദർശിച്ച് BJP നേതാക്കൾ. തന്ത്രിയെ മറയാക്കി മന്ത്രിയെ സംരക്ഷിക്കാമെന്ന് കരുതേണ്ടെന്ന് കോൺഗ്രസ്. തന്ത്രി വേണ്ടപ്പെട്ട ആളും നാട്ടുകാരനുമെന്ന് സജി ചെറിയാൻ. KV തോമസ് എറണാകുളത്ത് ഇടത് സ്ഥാനാർത്ഥിയായേക്കും. മുന്നണി പരിഗണിക്കുന്നത് തോമസിന്റെ പേര് മാത്രം. തളിപ്പറമ്പിൽ MV ഗോവിന്ദിന് പകരം MV നികേഷ് കുമാർ. NK പ്രേമേന്ദ്രന്റെ മകൻ നിയമസഭാ സ്ഥാനാർത്ഥിയായേക്കും. CPM മുൻ MLA S രാജേന്ദ്രൻ BJPയിലേക്ക്. മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ ഇടപെട്ടുവെന്ന് കൊച്ചി മേയർ. പദവി ലഭിക്കാൻ പിതാക്കന്മാർ സംസാരിച്ചുവെന്ന് VK മിനിമോൾ. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലത്തീൻ സമുദായത്തിൻ്റെ ഒരു ഉറച്ച ശബ്ദം സമുദായത്തിന് വേണ്ടി ഈ സമൂഹത്തിൽ ഉയർന്നതിൻ്റെ തെളിവാണ് എൻ്റെ ഈ കൊച്ചി മേയർ എന്ന പദവി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. വൈകാരിക പ്രതികരണമെന്ന വിശദീകരണവുമായി പിന്നീട് മേയർ. സഭ ഇടപെട്ടെങ്കിൽ തെറ്റില്ലെന്ന് KPCC അധ്യക്ഷൻ. പശ്ചിമബംഗാളിൽ സർക്കാർ ED പോരുമുറുകുന്നു. EDക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ്. ED പിടിച്ചെടുത്ത രേഖകൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് കോടതിയിൽ. മുഖ്യമന്ത്രിയും സർക്കാരും അന്വേഷണം തടസ്സപ്പെടുത്തുന്നുവെന്ന് ED. ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുന്നു. 200-ലധികം സമരക്കാരെ പോലീസ് വെടിവെച്ചു കൊന്നു. പ്രതിഷേധക്കാർ അമേരിക്കയുടെ ആയുധമായി പ്രവർത്തിക്കുന്നുവെന്ന് അയത്തുള്ള ഖമനി. വെനസ്വേലയിലെ പുതിയ സർക്കാരിനെ പ്രശംസിച്ച് ട്രംപ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തന്ത്രി കണ്ഠരര് രാജീവരരുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. ഏതാണ്ട് 2-2.5 മണിക്കൂറായി പരിശോധന നടക്കുന്നുണ്ട്. അവിടെ സ്വർണ്ണപ്പണിക്കാരനെ അടക്കം വിളിച്ചു വരുത്തിയുള്ള പരിശോധന ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. SITയുടെ 5-അംഗ സംഘവും ലോക്കൽ പോലീസും വീട്ടിലെത്തിയിട്ടുണ്ട്. VV വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, വലിയ നിർണായകമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ചില വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരം? രഞ്ജിത്ത്, പ്രധാനമായും തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുക എന്നത് തന്നെയാണ് SITക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ശബരിമല കൊടിമരത്തിന് മുകളിലുണ്ടായിരുന്ന വാജിവാഹനം അത് തന്ത്രി എടുത്തിരുന്നു എന്ന വെളിപ്പെടുത്തൽ നേരത്തെ തന്നെ ഉണ്ടായി. ആ കാര്യം തന്ത്രി അംഗീകരിക്കുകയും ചെയ്തു. ആ വാജിവാഹനം തിരികെ ഏൽപ്പിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് തന്ത്രി ഈ വിവാദം ഉയർന്നു വന്ന സമയത്ത്, അതായത് കേസുകൾ ഉണ്ടായി തുടങ്ങിയ സമയത്ത് ദേവസ്വം ബോർഡിന് ഒരു കത്ത് നൽകി. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു സാഹചര്യമായിരുന്നു. അറസ്റ്റുകളിലേക്ക് നീങ്ങുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ പോലും, ദേവസ്വം ബോർഡ് തന്നെ കേസിൽ പ്രതിയായി വരുന്ന നിലയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അതുതന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടോ, അല്ലെങ്കിൽ ഈ സ്പോൺസർമാരായി വന്ന ആളുകൾ അവരുമായൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ വാജിവാഹനവും ഇവിടെ വളരെ നിർണായകമായ ഒരു കാര്യമായി മാറുന്നത്. അങ്ങനെ തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആചാര ലംഘനമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം തടിയിലെ വസ്തുക്കൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തടിയിലെ വസ്തുക്കൾക്ക് കേടുപറ്റിയാൽ അത് അഗ്നിക്കിരയാക്കണമെന്നും ലോഹങ്ങളാണെങ്കിൽ അത് ഉരുക്കണമെന്നും ഒക്കെയാണ് അതിൽ വിധിയുള്ളത്. പക്ഷേ അങ്ങനെ ഇത് മാറ്റിയെങ്കിൽ അത് വലിയ തെറ്റാണ്. തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയും അവസാനിക്കുന്നില്ല. ഇപ്പോൾ തന്ത്രിയുടെ കൈവശം ഉള്ളത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ വാജിവാഹനമാണോ എന്ന കാര്യത്തിലും ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് യഥാർത്ഥ വാജിവാഹനം പുറത്തേക്ക് പോയി അതിന് പകരം മറ്റൊന്ന് ഉണ്ടാക്കി അത് തിരികെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഒരു വശത്തുകൂടി വരുന്നുണ്ട്. ഏതായിരുന്നാലും തന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ മഹസറിലെയൊക്കെ കാര്യങ്ങളിൽ ഒരു വാദം ഉയർത്താൻ കഴിയുമായിരുന്നെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്ന നിലയുണ്ട്. കാരണം ഇത് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്, അത്രയും അമൂല്യമായ വസ്തുവാണ്. അത് വീട്ടിലേക്ക് കൊണ്ടുപോയെങ്കിൽ വരും
മണിക്കൂറുകളിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് കണ്ടെത്തിയാലും ഇല്ലെങ്കിലും അത് തിരികെ നൽകാൻ വേണ്ടി അദ്ദേഹം കത്ത് നൽകിയിരുന്നു. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ കൈവശം തന്നെ അത് ഉണ്ട് എന്നതാണ്. അങ്ങനെ കണ്ടെത്തുക എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമായി അവശേഷിക്കുന്നു. തന്ത്രിയുടെ കാര്യത്തിൽ നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്നത്, നേരത്തെ ശബരിമലയിൽ സ്ത്രീ പ്രവേശം ഉണ്ടായപ്പോൾ അവിടെ അതിന് പരിഹാരമായി പുണ്യാഹം പോലുള്ള ചടങ്ങുകളൊക്കെ തന്ത്രി നടത്തിയിരുന്നു. മുഖ്യമന്ത്രി ആ സമയത്ത് തന്ത്രിക്കെതിരെ രംഗത്ത് വരുന്നൊരു നിലയുണ്ടായിരുന്നു. ഈ മുന്തിയിൽ താക്കോൽ ഇരിക്കുന്നവർക്കാണ് എല്ലാ അധികാരമുള്ളതെന്ന് കരുതരുത് എന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. മാത്രമല്ല പൊതുവേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ പിന്നീട് ഉണ്ടായ സംഭവ വികാസങ്ങളിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ അത്തരത്തിൽ നീക്കം നടത്തിയപ്പോൾ താൻ നിരപരാധിയാണ്, തനിക്ക് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു എന്ന തരത്തിലൊക്കെ ഒരു പക്ഷേ തന്ത്രിക്ക് വാദിക്കാൻ കഴിയുമായിരുന്ന ചില സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ സാധ്യമല്ല. കാരണം ഈ ദേവഹിതം അറിഞ്ഞല്ല പ്രവർത്തിച്ചതെന്ന ഒന്നാമത്തെ കുറ്റം, ദേവസ്വം ബോർഡിനോട് അനുമതി ചോദിച്ചില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമപ്രശ്നങ്ങൾ നടത്തിയില്ല എന്ന ചില വസ്തുതകൾ. ഏറ്റവും ഗുരുതരമായ കാര്യം ഈ വാജിവാഹനം പോലുള്ള വസ്തുക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നത് തന്നെയാണ്. മറ്റുള്ള കാര്യങ്ങളിൽ ചില വാദമുഖങ്ങൾ നിരത്താമായിരുന്നെങ്കിലും താൻ മൂകസാക്ഷിയാണ്, ഒരുപക്ഷെ സർക്കാരിനെ ഭയന്ന് ചില കാര്യങ്ങളിൽ കണ്ണടച്ചു, അല്ലെങ്കിൽ തനിക്ക് പരിമിതി ഉണ്ടായിരുന്നു. ഒരു തന്ത്രി എന്ന നിലയ്ക്ക് ക്ഷേത്രത്തിലെ അധികാരിയാണ്, പക്ഷേ രാഷ്ട്രീയക്കാരോട് ഏറ്റുമുട്ടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നിശബ്ദത പാലിച്ചു എന്നൊക്കെ അദ്ദേഹത്തിന് ഒരു പരിധിവരെ വേണമെങ്കിൽ വാദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയെല്ലാം കൈവിട്ടു പോകുന്നത് ഇങ്ങനെ വാജിവാഹനം ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോയതിൻ്റെ പേരിലാണ്. മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പത്മകുമാർ വരുമ്പോൾ അതിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറുമായി ബന്ധമുള്ളതിനെക്കുറിച്ച് ഒരു സൂചനയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണ് ഇവരുടെ ഈ ഇടപാടുകളിലൊക്കെ കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പത്മകുമാറിനെയും ദേവസ്വം ബോർഡിലെ മറ്റ് പ്രധാനപ്പെട്ട ആളുകളെയും, അതായത് നേരത്തെ പ്രശാന്തിൻ്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ആളുകളെപ്പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധിച്ച പാലമായി തന്ത്രി പ്രവർത്തിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. ഏതായിരുന്നാലും അതെല്ലാം കോടതിയിൽ വാദിക്കേണ്ടതും കോടതിക്ക് ബോധ്യപ്പെടേണ്ടതുമായ കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ 3 മണിക്കൂറായി തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. അത് രാവിലെ മുതൽ തന്നെ SIT അവിടെ എത്തുമെന്ന് കരുതിയതാണ്. പക്ഷേ ഉച്ചയോടുകൂടിയാണ് SIT എത്തിയത്. അതിനുശേഷം ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളെല്ലാം പുറത്തേക്ക് മാറ്റി. തന്ത്രിയുടെ മകൻ്റെ ഭാര്യ അഭിഭാഷക കൂടിയാണ്, അവർ മാത്രമാണ് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചത്. അവർക്ക് മാത്രമാണ് അനുവാദം നൽകിയത്. അവർ പുറത്തുനിന്ന് വന്നതാണ്. ഈ പരിശോധന സമയത്ത് ഒരാളെ മാത്രമാണ് അതിനുള്ളിലേക്ക് കയറ്റിയത്. വനിതകൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ സംഘത്തിൻ്റെ കൂടെയുണ്ട്. അതായത് തന്ത്രിയുടെ വീട്ടിലെ സ്ത്രീകളിൽ നിന്നുൾപ്പെടെ ഈ കാര്യത്തിൽ മൊഴി രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്ത്രി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി റിമാൻഡ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ ICUവിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ അറസ്റ്റ് ഉണ്ടായതും പിന്നീട് അദ്ദേഹത്തെ കൊല്ലം കോടതിയിൽ കൊണ്ട് ഹാജരാക്കുകയും പിന്നീട് തിരുവനന്തപുരത്തേക്ക് മാറ്റിയതും. തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന അദ്ദേഹം ജയിലിൽ കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ഇപ്പോൾ അദ്ദേഹം ICUവിൽ കഴിയുന്നത്. ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായിരുന്നാലും തന്ത്രിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ നടത്തുന്ന പരാമർശങ്ങൾ കൂടി ശ്രദ്ധേയമാണ്. അതിൽ BJP ഒരു പരിധിവരെ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ സന്ധി വചസ്പതിയെ പോലുള്ള നേതാക്കളൊക്കെ പോകുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാകുന്നത്. വിനോദ്, സ്വർണ്ണപ്പണിക്കാരനെ അടക്കം അവിടെ എത്തിച്ചാണ് പരിശോധന എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ വിനോദ് പറഞ്ഞ പോലെ ഈ വാജിവാഹനം ആ വീട്ടിൽ നിന്ന് ലഭിക്കുന്നൊരു പശ്ചാത്തലമുണ്ടായാൽ അത് ഗൗരവമേറിയ ഒരു തെളിവായി മാറും. കത്ത് കെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിന് സ്ഥിരീകരണമൊന്നുമില്ല, തന്ത്രി പറയുന്നതാണ്. തെളിവുകൾ ശേഖരിക്കുക തന്ത്രിക്കെതിരെ എന്നുള്ളതാണല്ലോ SITയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം ഈ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കാൻ SIT സംഘം ശ്രമിക്കുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായ തെളിവുകൾ അത്തരത്തിൽ അവിടെ നിന്ന് ലഭിക്കുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം. രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം സർക്കാർ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്, SITക്ക് മേൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം സർക്കാർ ചെലുത്തുന്നില്ല. SIT സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ്റെ പരാമർശവും അങ്ങനെയാണ്. അങ്ങനെയുള്ള അറസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ എന്താണ് പ്രശ്നമെന്ന തരത്തിലാണ് ഇപ്പോൾ CPMൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നത്. പക്ഷേ കോൺഗ്രസും BJP അടക്കമുള്ളവർ തന്ത്രിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുമ്പോൾ എന്തുകൊണ്ട് മുൻ മന്ത്രി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ മുൻ അംഗമായിരുന്ന ആളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല BJP ഒരു ചൂട് കൂടി മുന്നിലേക്ക് പോകുന്നുണ്ട്. അവിടെ BJP നേതാക്കൾ തന്ത്രിയുടെ വീട്ടിലേക്ക് എത്തുകയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ BJP ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ അറസ്റ്റുകൾ ഏകപക്ഷീയമായി പോകുന്നു. എന്തുകൊണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ അല്ലെങ്കിൽ അങ്ങനെ
പ്രതിസ്ഥാനത്തേക്ക് ചൂണ്ടപ്പെട്ട ആളുകളെ മുഴുവൻ പിടികൂടുന്നില്ല, അങ്ങനെ സംശയനിഴലിൽ നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കുന്നു. മാത്രമല്ല രഞ്ജിത്ത്, ഇന്ന് രാത്രി അമിത്ഷാ തലസ്ഥാനത്ത് വരികയാണ്, കേരളത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ്. ഒരുപക്ഷെ BJP സംസ്ഥാന നേതൃത്വം ഇതിനകം തന്നെ കേന്ദ്ര നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. നാളെ അദ്ദേഹം കോർ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അമിത്ഷായുടെ ഭാഗത്തു നിന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടായാൽ CBI അന്വേഷണം പോലുള്ള ആവശ്യങ്ങൾ ഇതിനകം തന്നെ BJP കേരള ഘടകം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ CBI അന്വേഷണമൊക്കെ നേരിട്ട് മന്ത്രിക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിലേക്ക് സൂചന നൽകുന്ന ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ പോലും അത് വളരെ വലിയ മാറ്റങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കും എന്നത് വളരെ വ്യക്തമാണ്. മാത്രമല്ല ED പത്മകുമാറിലേക്ക് പോവുകയാണ്. പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളുമായി ED മുന്നോട്ട് പോകുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ തീർച്ചയായും കേന്ദ്ര ഏജൻസികൾ കൂടി ഇതിൽ പിടിമുറുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. SITക്കാകട്ടെ അങ്ങനെ വളരെ ലളിതമായി ഈ കേസ് അന്വേഷിച്ച് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിരീക്ഷണത്തിൽ നടത്തുന്ന ഒരു അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി മാത്രമേ SITക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇതിൽ ആരെങ്കിലും വിട്ടുകളയുകയോ ഏതെങ്കിലും ഭാഗത്ത് അന്വേഷണം ഒന്ന് അയയുകയോ ചെയ്യുന്നു എന്ന തോന്നലുണ്ടായാൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിനിശ്ചിതമായ വിമർശനം ഏൽക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണയൊക്കെ ഈ കേസ് പരിഗണിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, കോടതി അതിശക്തമായി SIT വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം സർക്കാർ പറയുന്നത് വളരെ സ്വതന്ത്രമായാണ് SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യമാണ്. പക്ഷേ പലപ്പോഴും കോൺഗ്രസിൻ്റെ BJPയുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് ചില സമയങ്ങളിൽ SIT അന്വേഷണം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ചില ഘട്ടങ്ങളിൽ അങ്ങനെയല്ല, ചിലരെ ഒഴിവാക്കുന്നു എന്ന കാര്യം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. തന്ത്രിയുടെ അറസ്റ്റോടുകൂടി BJP ഇതിൽ മറ്റൊരു നില സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രകടമാണ്. ശരി, VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്, പരിശോധന തുടരുകയാണ്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് SIT. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ ദേഹാശ്വാസത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തന്ത്രിയെ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. MICUവിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ് അദ്ദേഹം. പ്രത്യേക അന്വേഷണ സംഘം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ തന്ത്രി കണ്ഠരര് രാജീവരെ ഇന്നലെ രാത്രിയോടെയാണ് റിമാൻഡിലായതിന് പിന്നാലെ തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചത്. അവിടെ വെച്ച് രാത്രിയിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയുമായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ കരമനയിലുള്ള ആശുപത്രിയിൽ പ്രാഥമികമായ പരിശോധനകൾക്ക് അദ്ദേഹത്തെ വിധേയനാക്കി. പിന്നീട് വിശദമായ പരിശോധനകൾ വേണ്ടിവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് 12 മണിയോടെ എത്തിയത്. തുടർന്ന് അദ്ദേഹത്തെ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം നേരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാരോട് ശരീരത്തിൽ അസ്വസ്ഥത തോന്നുന്നു എന്ന തരത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞതോടെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ രക്തപരിശോധനയും ECG അടക്കം പരിശോധിക്കുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെയാണ് ഒരു രക്തപരിശോധനയ്ക്കിടയിൽ ഒരു ചെറിയ വേരിയേഷൻ ഡ്രോപ്പ് ടെസ്റ്റിൽ കണ്ടെത്തിയത്. അങ്ങനെയാണ് അദ്ദേഹത്തെ വിശദമായ പരിശോധനകൾക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. വലിയ പോലീസ് കാവലിലാണ് തന്ത്രിയെ 1 മണിക്കൂറിലധികം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും അവിടെ നിന്ന് തിരികെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അദ്ദേഹത്തെ MICUവിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടെ വിശദമായി പരിശോധനകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവരെ. ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് എന്ന സൂചനകളാണ് പ്രാഥമികമായ പരിശോധനകൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തിന് തുടർ ചികിത്സ നടക്കുക. അന്വേഷണം നിർണായകമായ ഒരു ഘട്ടത്തിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് തന്ത്രിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. അടുത്ത ദിവസം അദ്ദേഹത്തിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ ഇരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തന്ത്രിയുടെ ജാമ്യാപേക്ഷയും അടുത്ത ദിവസം കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിനെ ചൊല്ലി രാഷ്ട്രീയ പോര്, തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നീക്കമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. BJP ആരോപണം അറസ്റ്റിൽ പ്രതിഷേധിച്ച് മകരവിളക്ക് ദിവസവും നാട്ടിലും വീട്ടിലും അയ്യപ്പ ജ്യോതി പ്രതിഷേധം സംഘടിപ്പിക്കാനും BJP തീരുമാനിച്ചു. അതേസമയം അന്വേഷണ സംഘം ശരിയായ ദിശയിലെന്ന് പ്രതികരിച്ച് കരുതലോടെയാണ് സർക്കാരും CPM-ഉം. കോൺഗ്രസും BJP-യും തന്ത്രിയുടെ വക്കാലത്ത് ഏറ്റെടുക്കുകയാണോ എന്ന് MV ഗോവിന്ദൻ ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയുടെ അറസ്റ്റും രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. തന്ത്രിയുടെ അറസ്റ്റ് കോൺഗ്രസും
BJPയും CPMനും സർക്കാരിനുമെതിരെ ആയുധമാക്കുകയാണ്. എന്തുകൊണ്ട് തന്ത്രി അറസ്റ്റ് ചെയ്ത പോലീസ് മുൻ മന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് BJPയുടെ ചോദ്യം. BJP നേതാക്കൾ തന്ത്രിയുടെ വീട്ടിലെത്തി ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്തു. BJPയുടെ സംസ്ഥാന നേതാക്കൾ വാർത്താ സമ്മേളനത്തിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ മന്ത്രി അറസ്റ്റ് ചെയ്യാതെ വിടുന്നതിലും സംശയം കൊണ്ടെന്ന് നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത്. ശബരിമലയിലെ സ്വർണം സംരക്ഷിക്കാനും അതിനെ കൃത്യമായ അതിന്റെ അക്കൗണ്ടബിലിറ്റിയും അത് നോക്കാൻ അതിന്റെ ആരുടെ ഉത്തരവാദിത്വമാണ്? ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിന്റെ അല്ലേ? അപ്പോൾ തന്ത്രിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു, തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു? ഇതൊരു ചോദ്യമാണ്, ഒരു വാലിഡ്, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമാണ്. ഞങ്ങളുടെ ഒരു അഭിപ്രായം, ശക്തമായ ഒരു അഭിപ്രായം, ആദ്യം മുതൽ ഇവിടെ നടക്കുന്നത് CPMും കോൺഗ്രസും അവരെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫർട്ട്. കോൺഗ്രസും സമാനമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. SITയുടെ നീക്കങ്ങളിൽ സംശയമുണ്ടെന്നാണ് കോൺഗ്രസും പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, തന്ത്രിയുടെ അറസ്റ്റോടുകൂടി കാര്യങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമമെന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. SITയുടെ അന്വേഷണത്തിൽ നേരത്തെയും കോൺഗ്രസ് സംശയം പ്രകടിപ്പിച്ചതാണ്. ഇപ്പോഴത്തെ സംഭവവികാസങ്ങളിലും അതേ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അവരെ പറ്റിയാണ് ആദ്യം അവർ പറയേണ്ടത്. ഈ 4 നേതാക്കന്മാർക്കെതിരെയും പാർട്ടി ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിയമപരമായ കാര്യങ്ങളാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. നിയമത്തിൽ ആരും അതീതരല്ല. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. SITയുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങട്ടെ. യഥാർത്ഥത്തിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇനി മുൻ മന്ത്രിമാരുമുണ്ട്. അവരും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അയ്യപ്പൻ്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല. ഇതാണ് എൻ്റെ സത്യം. എന്നാൽ ആരെ അറസ്റ്റ് ചെയ്താലും തങ്ങൾക്ക് പ്രശ്നമില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ചെയ്തത്. SIT ശരിയായ ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യട്ടെ. എന്താണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസും BJPയും ഈ രീതിയിൽ പ്രതികരിക്കുന്നത്? അവർ തന്ത്രിയുടെ വക്കാലത്തെടുക്കുകയാണെന്ന ചോദ്യവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. SIT കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെല്ലാം അറസ്റ്റ് ചെയ്യാലോ. ഇപ്പോൾ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ വക്കാലത്താണ്. SIT അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളോട് യോജിക്കാൻ സാധിക്കാതെ സോണിയാഗാന്ധിയുടെ കാണാൻ പോയ കാര്യം മുതൽ ഇങ്ങോട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ തന്ത്രിയെ പിടിച്ചതിനെ പറ്റി അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു സംശയവും അന്നും ഇന്നുമില്ല. അന്നേ ഞാൻ പറഞ്ഞ കാര്യം ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല. ആരാണോ കുറ്റവാളി, SIT കണ്ടെത്തുന്ന കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. അത് അന്നേ ഞങ്ങൾ പറഞ്ഞാൽ ഇന്നും അതിനെ പറയും. ആരെല്ലാനോ പിടിക്കുന്നവരെല്ലാം പിടിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. CPM നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ അല്ലെങ്കിൽ CPM നേതാക്കൾ വാസുവും അതുപോലെ തന്നെ പത്മകുമാറും ഒക്കെ ജയിലിലായതിന്റെ ജാള്യം മറയ്ക്കാൻ തന്ത്രിയുടെ അറസ്റ്റിലൂടെ CPM ശ്രമിക്കുകയാണെന്ന ആരോപണമാണ് കോൺഗ്രസും BJPയും ഉയർത്തുന്നത്. എന്നാൽ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്ത, ഒരു തരി പൊന്നെങ്കിലും കട്ടെടുത്ത ആരെയും വെറുതെ വിടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ്. അതിന് ആര് അറസ്റ്റിലായാലും അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന മറുപടിയാണ് ഇക്കാര്യത്തിൽ CPMും സർക്കാരും നൽകുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട് സന്ദർശിച്ച് BJP നേതാക്കൾ. അറസ്റ്റിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദീപ് വാചസ്പതി അടക്കമുള്ള നേതാക്കൾ മന്ത്രിയുടെ വീട്ടിലെത്തിയത്. മന്ത്രിമാരെ രക്ഷിക്കാനാണോ തന്ത്രിയെ പിടിച്ചതെന്ന് സംശയിക്കുന്നതായും ഹൈക്കോടതിയുടെ പ്രതിനിധികൾക്കും ഉത്തരവാദിത്തമുണ്ടെന്നും സന്ദീപ് പറഞ്ഞു. കാരണം മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 3 മന്ത്രിമാരുണ്ടായിരുന്നില്ല. മന്ത്രി അറിയാതെ ദേവസ്വത്തിൻ്റെ മുൻ കമ്മീഷണർമാരടക്കം പറഞ്ഞില്ലേ, ദേവസ്വം ബോർഡിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ മന്ത്രിയുടെ അനുമതി വേണം. മന്ത്രിയുടെ അനുമതി ഇല്ലാതെ ദേവസ്വം ബോർഡിലെ ഒരു ട്രാൻസ്ഫർ നടത്താൻ അവകാശമില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ടെന്ന് മാത്രമല്ല, കേരളത്തിൽ ദേവസ്വം ബോർഡ് തിരുവിതാംകൂറായാലും ഗുരുവായൂരായാലും മലബാറായാലും ഏത് ദേവസ്വത്തിലായാലും അവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ അനുമതി വേണം. അവിടെ ഒരു ടെമ്പററി അപ്പോയിൻമെൻറ്റ് പോലും നടത്താനുള്ള അധികാരം ഇവർക്ക് ആർക്കുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർവാധികാരിയായി ഇത്രകാലവും അടക്കി ഭരിച്ചതിന് ശേഷം
ഒരു കുഴപ്പം വരുമ്പോൾ ഇതൊന്നും ഞങ്ങളുടെ കുഴപ്പമല്ല, വേറെ ആരുടേതാണ് എന്ന് തലയിലിട്ട് രക്ഷപ്പെടുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമാണ്. അതിന് ഭരണകൂടം കൂട്ടുനിൽക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ശബരിമല തന്ത്രി കുടുംബം നാണക്കേടിന്റെ പടുകുഴിയിൽ വീഴുന്നത് ഇതാദ്യമല്ല. ചെങ്ങന്നൂർ മുണ്ടങ്കാവ് താഴമൺ മഠത്തിലെ മുഴുവൻ സത്പേരും ചോദ്യം ചെയ്യപ്പെട്ട ആദ്യ സംഭവം ഉണ്ടായത് 2 പതിറ്റാണ്ട് മുൻപെയാണ്. ഇപ്പോൾ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ പിതൃസഹോദരനും അന്നത്തെ ശബരിമല വലിയ തന്ത്രിയുമായ കണ്ഠരര് മഹേശ്വരരുടെ മകൻ കണ്ഠരര് മോഹനരാണ് അന്ന് കുടുംബത്തിനാകെ നാണക്കേടുണ്ടാക്കിയത്. കാണാം അന്ന് കോളിളക്കമുണ്ടാക്കിയ തന്ത്രി കേസിന്റെ വിശദാംശങ്ങൾ. തന്ത്രി കേസ് എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ സംഭവമുണ്ടായത് 2006-ലാണ്. ആ വർഷം ജൂലൈ 23-ന് മോഹനര് കൊച്ചിയിലെ ഷോഫയുടെ ഫ്ളാറ്റിലെത്തിയപ്പോൾ കത്തിയും കളിത്തോക്കും മറ്റും കാണിച്ച് ഭീഷണിപ്പെടുത്തി ശരീരത്തിൽ അണിഞ്ഞിരുന്ന 27.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും 20,000 രൂപയും കവർന്നതായിരുന്നു കേസ്. തുടർന്ന് ശാന്ത എന്ന സ്ത്രീയെയും മോഹനരെയും ബലം പ്രയോഗിച്ച് നഗ്നരാക്കി വിവിധ പോസ്റ്റുകളിലെ ഫോട്ടോ എടുത്തു. ഫോട്ടോ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും പോലീസ് കണ്ടെത്തി. കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് 2012-ൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതികളായ ശോഭ ജോൺ, ബിച്ചു റഹ്മാൻ, കേപ്പനി, അബ്ദുൾ സത്താർ, മജീദ്, ഷെരീഫ് എന്നിവർക്ക് 7 വർഷം തടവും പിഴയും കോടതി വിധിച്ചു. അബ്ദുൾ സഹദ്, അസീസ്, ബിജി പീറ്റർ എന്നീ പ്രതികളെ 4 വർഷം തടവിന് ശിക്ഷിച്ചു. തന്ത്രിയെ കുടുക്കിയതിന്റെ ബുദ്ധികേന്ദ്രം ശോഭ ജോണും ബിച്ചു റഹ്മാനുമാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തന്ത്രി ഇവരുടെ ഫ്ളാറ്റിലെത്തിയത് അനാശാസ്യത്തിനല്ലെന്ന് വിലയിരുത്തിയ കോടതി മറിച്ചു തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ലെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതിനു മുമ്പ് 3 തവണ തന്ത്രി മോഹനര് ശോഭയുടെ ഫ്ളാറ്റിലെത്തിയിരുന്നു. തന്റെ പുതിയ ഫ്ളാറ്റിലേക്ക് ജോലിക്കാരിയെ അന്വേഷിച്ചാണ് ഇവിടെ വന്നതെന്നായിരുന്നു തന്ത്രിയുടെ വാദം. ശാന്ത ഏർപ്പാടാക്കിയ വേലക്കാരനെ കൂട്ടിക്കൊണ്ടുപോകാൻ മോഹനര് വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ശോഭ ജോൺ 4-ാം പ്രതി ബിച്ചു റഹ്മാനും കൂട്ടാളികളുമായി ചേർന്ന് പദ്ധതിയിട്ട പ്രകാരം സ്വർണവും പണവും തട്ടിയെടുക്കുകയായിരുന്നെന്നാണ് പോലീസും കണ്ടെത്തിയത്. തന്ത്രിയെ മനഃപൂർവ്വം കൊടുക്കുന്നതിന് പ്രതികൾ ചേർന്ന് ഗൂഢാലോചന നടത്തിയതാണെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അന്ന് അംഗീകരിക്കുകയുമുണ്ടായി. എന്നാൽ വരാപ്പുഴ പെൺവാണിഭം, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, ബ്ലേഡ് മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയടക്കം നിരവധി കേസുകൾ പ്രതിയായ ശോഭ ജോണുമായുള്ള തന്ത്രിയുടെ ബന്ധം കേസിന്റെ പല ഘട്ടങ്ങളിലും വലിയ സംശയങ്ങൾ ഉയർത്തിയിരുന്നു. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഭക്ത്യാദരപൂർവ്വം കാണുന്ന തന്ത്രിയുടെ വ്യക്തിജീവിതം സംബന്ധിച്ച പല ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു. 2007-ൽ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ തന്ത്രി മോഹനരോട് മന്ത്രങ്ങളെക്കുറിച്ച് ചോദിച്ചതും മാധ്യമ വാർത്തകൾ നിറഞ്ഞ സംഭവമാണ്. മോഹനരുവിനെ ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നതിലേക്കും കാര്യങ്ങളെത്തി. പിന്നീട് ഏതാണ്ട് 12 വർഷങ്ങൾക്ക് ശേഷം പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെയാണ് ബോർഡ് നിലപാട് മാറ്റിയത്. താൻ അറിയാതെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചെന്ന് ആരോപിച്ച് മോഹനരുവിനെതിരെ 2019-ൽ അമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയും ഉണ്ടായി. ശബരിമല വലിയ തന്ത്രിയായിരുന്ന ചെങ്ങന്നൂർ മുണ്ടങ്കാവ് താഴമൺ മഠത്തിലെ കണ്ഠരര് മഹേശ്വരരുവിന്റെ മൂത്ത മകനാണ് കണ്ഠരര് മോഹനര്. ഇപ്പോഴത്തെ ശബരിമല തന്ത്രി മഹേഷ് മോഹനര് ഇദ്ദേഹത്തിന്റെ മകനും രാഹുൽ ഈശ്വർ സഹോദരീപുത്രനുമാണ്. കണ്ഠരര് രാജീവര് സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലാകുമ്പോൾ മോഹനരുവിന് പിന്നാലെ ഭക്തരുടെ മനസ്സിലെ മറ്റൊരു വിഗ്രഹം കൂടിയാണ് തകരുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് താഴമൺ തന്ത്രി കുടുംബം വിവാദത്തിൽപ്പെടുന്നത് ഇതാദ്യമല്ല. 2006-ൽ കന്നഡ നടി ജയമാല നടത്തിയ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ വിശ്വാസി സമൂഹത്തെ ഞെട്ടിച്ചതായിരുന്നു. ശബരിമല ശ്രീകോവിലിനുള്ളിൽ അയ്യപ്പ വിഗ്രഹത്തെ സ്പർശിച്ച് പ്രാർത്ഥിച്ചുവെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ശ്രീകോവിലിനുള്ളിൽ ഉള്ളവരുടെ സഹായമില്ലാതെ ഇത് സാധ്യമാകില്ല എന്ന വിലയിരുത്തലാണ് അക്കാലം മുതലുള്ളത്. തന്ത്രിക്കേസും സ്വർണ്ണക്കൊള്ളയും മാത്രമല്ല താഴ്മൺ തന്ത്രി കുടുംബത്തിനുമേൽ അവമതിയുടെ കരിനിഴൽ വീഴ്ത്തിയിട്ടുള്ളത്. കന്നഡ ചലച്ചിത്ര നടി ജയമാല ശബരിമല ശ്രീകോവിലിൽ കയറി വിഗ്രഹത്തിൽ തൊട്ടുവെന്ന് വെളിപ്പെടുത്തിയത് കേരളത്തിലുണ്ടാക്കിയ കോളിളക്കം ചെറുതായിരുന്നില്ല. 2006-ലായിരുന്നു ജയമാല ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ശബരിമലയിൽ സ്ത്രീകൾ പോകുന്നതും വിഗ്രഹത്തിൽ തൊടുന്നതും തെറ്റാണെന്നറിയില്ലായിരുന്നു. തൻ്റെ നാടായ ചിക്കമംഗളൂരിലും കർണാടകയുടെ മറ്റു ഭാഗങ്ങളിലും ക്ഷേത്രങ്ങളിൽ ആർക്കും കയറി വിഗ്രഹത്തിൽ തൊടാമെന്നും ജയമാല പറഞ്ഞു. 1986-ൽ 27 വയസ്സുള്ളപ്പോഴായിരുന്നു സന്നിധാനത്ത് ജയമാലയുടെ സന്ദർശനം.
മുന്നിലെ തിരക്കിൽപ്പെട്ട് ശ്രീകോവിനുള്ളിൽ വീണുവെന്നും അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ടുവെന്നുമായിരുന്നു ജയമാലയുടെ വെളിപ്പെടുത്തൽ. ഒരാൾ തട്ടി വീണാൽ പോലും വിഗ്രഹത്തിൽ തൊടാനാവില്ലെന്നായിരുന്നു അപ്പോഴത്തെ കണ്ടെത്തൽ. അവിടെ മുതൽ തന്നെ നടിയെ ബോധപൂർവം കയറ്റിയതാണെന്ന വാദം ശക്തമായി. വളരെ മുൻപ് സ്ത്രീകൾ എത്തിയിരുന്നുവെങ്കിലും വിഗ്രഹത്തിൽ തൊടുക എന്നത് അന്നും ഇന്നും അസാധ്യമാണ്. ആദ്യ ഭർത്താവും തെന്നിന്ത്യൻ നടനുമായ പ്രഭാകറുമൊത്താണ് വിഷു സമയത്ത് ജയമാല ശബരിമലയിൽ എത്തിയത്. പ്രഭാകറിന് കാലിൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നപ്പോൾ അയ്യപ്പനോട് പ്രാർത്ഥിച്ചാൽ അസുഖം മാറുമെന്ന് പലരും നിർദ്ദേശിച്ചിരുന്നു. 18-ാം പടി കയറാനാകില്ലെന്ന് പറഞ്ഞതിനാൽ പിന്നിലെ വഴിയിലൂടെയാണ് പോയത്. ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു. പ്രമുഖ നടനായതിനാൽ അദ്ദേഹത്തെ പലരും തിരിച്ചറിഞ്ഞിരുന്നു. തിരക്കിൽ താൻ ഭർത്താവിൻ്റെ ഇരുമുടിക്കെട്ട് വാങ്ങി കയ്യിൽ വെച്ചു. തിരക്കിൽ ചെന്ന് വീണത് അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലാണ്. അത് എങ്ങനെ സംഭവിച്ചുവെന്നറിയില്ല. ഞാൻ ആ പാദങ്ങളിൽ തൊട്ടു പ്രാർത്ഥിച്ചു. അകത്തുണ്ടായിരുന്ന ആരോ എനിക്ക് റോസാപ്പൂവ് തന്നു. പുറത്തിറങ്ങിയപ്പോൾ അനേകം പേർ എൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. അയ്യപ്പനെ തൊട്ടയാളെ ഇങ്ങനെ തൊട്ടു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അയ്യപ്പൻ്റെ മഹത്വം ഞാൻ തിരിച്ചറിഞ്ഞു. ഇങ്ങനെയായിരുന്നു ജയമാലയുടെ വെളിപ്പെടുത്തൽ. ശബരിമലയിൽ 2006 നടന്ന ദേവപ്രശ്നത്തിൽ പങ്കെടുത്ത 21 ജ്യോത്സ്യന്മാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണ പണിക്കർ അയ്യപ്പ വിഗ്രഹത്തിൽ സ്ത്രീ സ്പർശമുണ്ടായെന്ന വെളിപ്പെടുത്തൽ നടത്തി. ജയമാലയിൽ നിന്ന് നേരത്തെ തന്നെ വിവരം മനസ്സിലാക്കിയ ജ്യോതിഷി ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയെന്ന കണ്ടെത്തലാണ് പിന്നീടുണ്ടായത്. പ്രശസ്തി ലാക്കാക്കി സഹായിയായ AN രഘുപതിയുടെ സഹായത്തോടെ നടി ജയമാലയെ ഫോണിൽ ബന്ധപ്പെട്ട് പിന്നീട് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഉണ്ണികൃഷ്ണ പണിക്കർ പ്രേരിപ്പിച്ചുവെന്നും ഈ നടപടി ഭക്തരുടെ മതവികാരം വ്രണപ്പെടുത്തിയെന്നതിൻ്റെയും പേരിലായിരുന്നു ഒടുവിൽ ജ്യോത്സ്യരെ കൂടി പ്രതി ചേർത്ത് കേസെടുത്തത്. കേസ് 2012 ജൂലൈയിൽ ഹൈക്കോടതി റദ്ദാക്കി. പ്രതികളായ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ, ജയമാല, ബംഗളൂരു സ്വദേശി AN രഘുപതി എന്നിവർക്കെതിരെയുള്ള അന്തിമ റിപ്പോർട്ട് റദ്ദാക്കിയ കോടതി ഇവർക്കെതിരെയുള്ള മജിസ്ട്രേറ്റ് കോടതിയുടെ തുടർ നടപടികളും റദ്ദാക്കി. അയ്യപ്പ വിഗ്രഹമല്ല മറ്റൊരു വിഗ്രഹമാണ് തൊട്ടതെന്ന് പറഞ്ഞാൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞ് ചിലർ തന്നെ സമീപിച്ചുവെന്ന് പിന്നെയും ജയമാല വെളിപ്പെടുത്തി. ഞാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അയ്യപ്പ വിഗ്രഹത്തിലാണ് ഞാൻ സ്പർശിച്ചത്. ഏറ്റവും ഒടുവിലും ജയമാലയുടെ നിലപാട് ഇങ്ങനെയായിരുന്നു. അങ്ങനെ തൊടാൻ കഴിഞ്ഞുവെങ്കിൽ അതിന് സഹായിച്ചവരെക്കുറിച്ച് ജയമാല പറയാത്തത് ചിലരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അന്ന് അങ്ങനെയെങ്കിൽ രക്ഷപ്പെട്ടു പോയത് ഇതേ ദൈവതുല്യരും. ഒരു വാർത്തയിലേക്ക്. ജമാഅത്തെ ഇസ്ലാമി വിവാദത്തിൽ മാപ്പ് പറയില്ലെന്ന് മുൻമന്ത്രിയും CPM നേതാവുമായ AK ബാലൻ. ജമാഅത്തയുടെ വക്കീൽ നോട്ടീസ് ലഭിച്ചു. നോട്ടീസിലെ എല്ലാ വസ്തുതാവിരുദ്ധമാണ്. കേസും കോടതിയും തനിക്ക് പുത്തരിയല്ല. ജയിലിൽ പോകണമെന്നാണ് വിധിയെങ്കിൽ ജയിലിൽ പോകുമെന്നും AK ബാലൻ പറഞ്ഞു. വക്കീൽ നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത് 1 കോടി രൂപ കോമ്പൻസേഷനാണ്. പിന്നെ നിരുപാധിക മാപ്പും പിന്നെ അനുബന്ധ ചെലവും. അപ്പം ആദ്യമായിട്ട് ഞാൻ പറയുക, അതൊന്നും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അപ്പം അതിൻ്റെ ഭാഗമായി ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ അത് സന്തോഷപൂർവം സ്വീകരിച്ച് ജയിലിൽ പോകും. AK ബാലനെ ആവർത്തിച്ച് തള്ളി MV ഗോവിന്ദനും ഇന്ന് രംഗത്ത് വന്നു. ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ AK ബാലൻ പറഞ്ഞതല്ല, താൻ പറയുന്നതാണ് പാർട്ടി നിലപാട് എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്ന് സത്യവാങ്മൂലം നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും എതിരെയുള്ള പ്രചാരണം മുസ്ലിം സമുദായത്തിന് എതിരെന്ന് വരുത്തി തീർക്കുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇതിനെ വെറുതെ കുറേ അഭിപ്രായം പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് വേണ്ടത് ഞാൻ AK ബാലനെ തള്ളി എന്ന് നാളെ ഫൈറ്റിംഗ് കൊടുക്കാനല്ലേ? അതിന് എന്നെ കിട്ടൂല. അതാ പറഞ്ഞ അച്ഛ മലയാളം വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നു. തള്ളൂല. എന്ത് ചെയ്യുന്നു? അയാളെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, പാർട്ടി അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്താ തള്ളേണ്ട കാര്യം? അഭിപ്രായം പറഞ്ഞു. രണ്ടല്ല ഒന്നാണ്. കാരണം അയാളെ അഭിപ്രായം പറഞ്ഞു, പാർട്ടിൻ്റെ അഭിപ്രായം പറഞ്ഞു. അതോടുകൂടി പാർട്ടി അഭിപ്രായമാണ് പാർട്ടിയുടെ മുമ്പിലുള്ളത്. അല്ലാണ്ട് ആരെങ്കിലും വ്യക്തിപരമായിട്ട് അഭിപ്രായമല്ല ഉള്ളത്. അതല്ല, ഞങ്ങളെല്ലാ കാലത്തും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബാലൻ്റെ പ്രസ്താവന വന്നതുകൊണ്ടോ പ്രസ്താവന വരാതെ കൊണ്ടൊന്നുമല്ല, വന്നോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട്. ഞങ്ങളുടെ നിലപാടാണ് പാർട്ടി നിലപാട്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്ന് 2014 ജനുവരി 21
ഉമ്മൻചാണ്ടി സർക്കാർ കോടതിയുടെ മുമ്പിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. സത്യവാങ്മൂലം നൽകിയതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അതിൻ്റെ ഏജൻസികൾ തന്നെ പരിശോധിച്ച് ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന, അങ്ങനെയാണ് ഉപയോഗിച്ചത് പദം, ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന ജമായത്തെ ഇസ്ലാമിയെ വേണ്ടി വന്നാൽ നിരോധിക്കും എന്നും ഉമ്മൻചാണ്ടി സർക്കാർ അതിൻ്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും സത്യവാങ്മൂലമുണ്ട്, വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, ജമാഅത്തെ ഇസ്ലാമി വിഷയം അത് ഇന്നിപ്പോൾ ബാലൻ ഒട്ടും പുറകോട്ടില്ല എന്ന് പറയുന്നു. ഇന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണത്തിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ആക്രമണം CPM തുടരും, അവർക്കെതിരെയുള്ള വിമർശനം തുടരും. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തിനെതിരെന്നും RSSനെ വിമർശിക്കുമ്പോൾ അത് ഹിന്ദുക്കൾക്കെതിരെന്നും ഉള്ള പ്രചരണമാണ് നടക്കുന്നത്. അതാണ് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത്. ഒരു ഭാഗം മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്നു എന്ന വിമർശനമാണ് CPM സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വച്ചത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി UDF അധികാരത്തിൽ വന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആഭ്യന്തരമന്ത്രി ഉണ്ടാകുമെന്ന AK ബാലന്റെ പരാമർശത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല. AK ബാലനെ മറ്റു കാര്യങ്ങളിൽ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിരുന്നില്ല. മാറാട് വീണ്ടും ഓർപ്പിച്ചത് തെറ്റല്ലേ എന്ന ചോദ്യത്തിന് എന്താണ് മാറാട് ഓർമ്മിപ്പിക്കുന്നതിനുള്ള പിശകെന്ന ചോദ്യമാണ് MV ഗോവിന്ദൻ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല ഇനിയും അത് ഓർമ്മിപ്പിക്കും. UDFന്റെ കാലത്ത് നടന്ന കേട്ടുകേൾവില്ലാത്ത ക്രൂരതയാണ് മാറാട് കലാപം. അത് UDFന്റെ പിടിപ്പുകേടുകൾ കൊണ്ട് ഉണ്ടായതാണ് എന്ന് സ്ഥാപിക്കാനാണ് MV ഗോവിന്ദൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ആ വിഷയം ഉയർത്തിക്കാട്ടിൽ തെറ്റില്ല, അത് മറക്കേണ്ട കാര്യമല്ല, അത് ഓർത്തു തന്നെ ഇരിക്കേണ്ട കാര്യമെന്ന് അദ്ദേഹം പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും RSSനെതിരെയും പ്രചരണം ശക്തമാക്കും. അത് ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ പോലും അത്തരം ക്യാമ്പയിനുകൾ ഏറ്റെടുക്കാനാണ് CPMന്റെ തീരുമാനം. ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്ന ശക്തിയോട് തന്നെ എതിർക്കാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി. തിരുവനന്തപുരം നഗരത്തിലെ സമരങ്ങൾക്ക് ഡൽഹി മാതൃകയിൽ പ്രത്യേക കേന്ദ്രം വേണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നഗരമധ്യത്തിലെ സമരങ്ങൾ ഒഴിവാക്കണം. തിരുവനന്തപുരം നഗരസഭ കൗൺസിലർമാർക്ക് ഒരുക്കിയ വിരുന്നിലാണ് ഗവർണർ ഈ അഭിപ്രായം പങ്കുവച്ചത്. വി അരുൺ ചേരുന്നുണ്ട്. അരുണ്, തിരുവനന്തപുരം നമുക്കറിയാം നഗര കേന്ദ്രീകൃതമായ ഒരു സ്ഥലത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ നിരവധി സമര കോലാഹലങ്ങൾ എല്ലാ ദിവസവും കാണാറുണ്ട്. ഗതാഗത തടസ്സവും മറ്റുമൊക്കെ ഉണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. എന്തായിരുന്നു കൗൺസിലർമാരുടെ അല്ലെങ്കിൽ മേയറുടെ പ്രതികരണം? ഗവർണർ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട പാർട്ടികളിലെ നേതാക്കൾക്ക് സംസാരിക്കാൻ അവസരമൊരുക്കി. ആദ്യം മേയറും പിന്നീട് CPMന്റെ കക്ഷി നേതാവ് SP ദീപക്കും കോൺഗ്രസിൽ നിന്ന് ശബരിനാഥനും ഒക്കെ സംസാരിച്ചു. അതിനുശേഷം ഗവർണർ പല നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അതിന്റെ ഒരു കൺക്ലൂഷനിൽ ഗവർണർ സംസാരിക്കുമ്പോഴാണ് നഗര മധ്യത്തിലെ സമരങ്ങൾ ഒഴിവാക്കിക്കൂടെ എന്ന ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വച്ചത്. ഡൽഹിയിൽ സമരങ്ങൾക്കൊരു പ്രത്യേക കേന്ദ്രമുണ്ട്, ആ മാതൃകയിൽ തലസ്ഥാനത്തും സമരങ്ങൾക്കൊരു പ്രത്യേക കേന്ദ്രം പോലെ ഉണ്ടായിക്കൂടെ എന്ന ചോദ്യമാണ് ഗവർണർ ഒരു തീരുമാനമായോ അല്ലെങ്കിൽ കർശനമായി നടപ്പാക്കണമെന്ന ആവശ്യമോ അല്ല ഗവർണർ മുന്നോട്ട് വച്ചത്. പക്ഷേ അത്ര നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. അദ്ദേഹം അതിന് ഒരു തെളിവ് കാരണമായി പറഞ്ഞത് ഒരു തവണ രാജ്ഭവനിലേക്ക് ഒരു അതിഥി വന്നു, പക്ഷേ വലിയ സമരങ്ങൾ കാരണം അതിഥിക്ക് സമയത്ത് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പിൻവാതിലൂടെ കയറി വരേണ്ട സാഹചര്യം ഉണ്ടായി. ഇത്തരം സമരങ്ങൾ പൊതുജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതിന് ഒരു പരിഹാരം വേണമെന്ന നിർദ്ദേശമാണ് ഗവർണർ മുന്നോട്ട് വച്ചത്. രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുടെ പ്രതികരണം ആ വിഷയത്തിൽ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവർ ഇന്നലെ സംസാരിക്കുമ്പോൾ പ്രതികരിക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചിട്ടില്ല. മറ്റു പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായം നേടിയെടുക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവർണറുടെ പിന്തുണ CPMനോട് സംസാരിച്ച SP ദീപക് അഭ്യർത്ഥിച്ചു. മറ്റു നേതാക്കളും അത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഗവർണറുടെ ഭാഗത്തുണ്ടായത് സമരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കേന്ദ്ര സഹായങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യമായ പ്രോജക്റ്റുകളുമായി മുന്നോട്ട് വന്നാൽ അതിന് CSR ഫണ്ട് ലഭ്യമാക്കുന്നതിനുൾപ്പെടെ താൻ സഹായിക്കാമെന്നൊരു വാഗ്ദാനവും കൗൺസിലർമാർക്ക് ഗവർണർ നൽകി. ഒപ്പം ഒരു നിർദ്ദേശം നൽകിയത് എല്ലാ വർഷവും കൗൺസിലർമാർ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കണം. അങ്ങനെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്താൽ നിങ്ങളെ തന്നെ വീണ്ടും ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കും എന്ന ഒരു ഉപദേശം കൂടി ഗവർണർ നൽകിയിട്ടുണ്ട്. കൗൺസിലർമാർക്കുള്ള വിരുന്നിലാണ് ഗവർണർ ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത്. ലോക് ഭവനിലായിരുന്നു ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. മാറാട് പറയുന്നതിൽ എന്താണ് ഇത്ര പ്രയാസമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അത് UDF കാലത്തുണ്ടായതല്ലേ എന്നും അത് പറയുമ്പോൾ എന്താണ് വിഷയമെന്നും MV ഗോവിന്ദൻ ചോദിച്ചു.
നിങ്ങൾക്ക് ആഗ്രഹം മറക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് മറക്കണ്ടെന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. UDF-ന്റെ കാലത്ത് അരങ്ങേറിയിട്ടുള്ള ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള കടന്നാക്രമണമാണ്. അതെന്തിനാ മറക്കുന്നത്? മറക്കാതെ നല്ല ഓർമ്മ വെച്ച് കാര്യങ്ങൾ മനസ്സിലേക്ക് പോയിക്കോട്ടെ. ഇവിടെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള മതപരവും ജാതീയവുമായ വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സേക്ക് അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറുകയാണ്. ആ നാട് മാറുന്നതിനെയാണ് ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടത്. അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ അങ്ങനെ ന്യായീകരിക്കാൻ പുറപ്പെടുന്നുണ്ട്. മലയാള ഭാഷാ ബില്ലിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നിലപാടിനെ വിമർശിച്ച് മന്ത്രി പി രാജീവ്. കർണാടക മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിക്കാതെ തെറ്റായ നിലപാട് സ്വീകരിക്കുകയാണ്. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷയിൽ പഠിക്കാനും കത്തിടപാടുകൾ നടത്താനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. മലയാള ഭാഷാ ബിൽ നാടിൻ്റെ പൊതുവികാരമാണെന്നും മലയാളിക്കെതിരെ കർണാടക മുഖ്യമന്ത്രി വരുമ്പോൾ സത്യം പറയേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനില്ലേ എന്നും മന്ത്രി ചോദിച്ചു. കർണാടക മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിക്കാതെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഒരു വളരെ തെറ്റായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മലയാള ഭാഷാ ബില്ല് എന്നുള്ളത് ഈ നാടിന്റെ പൊതുവായ വികാരമാണ്. നമ്മൾ നേരത്തെ ഒരു ബില്ല് പാസ്സാക്കി രാഷ്ട്രപതിക്ക് അയച്ചു, അതിന് അംഗീകാരം കിട്ടിയില്ല. നമ്മളുമായി ചർച്ച നടത്തി വിശദീകരണങ്ങൾ ചോദിച്ച് അതിന് വിശദീകരണമൊക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബില്ലിന് അനുമതി നിഷേധിച്ചതായിട്ട് വന്നു. അതിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചിട്ടാണ് ഇത്തവണ നമ്മൾ ബില്ല് അവതരിപ്പിച്ചത്. ആ ബില്ലിൽ ഈ പറയുന്ന ഭാഗങ്ങളൊന്നുമില്ല. കന്നഡ, തമിഴ് ന്യൂനപക്ഷങ്ങൾ ഉള്ള ഭാഷാ ന്യൂനപക്ഷങ്ങൾ അവർക്ക് അവരവരുടെ ഭാഷയിൽ പഠിക്കാനാണ് പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ആ ബില്ലാണ് നിയമസഭ പാസ്സാക്കിയത്. അതേപോലെ തന്നെയാണ് ആ പ്രദേശങ്ങളിൽ കത്തിടപാടുകൾ, ഔദ്യോഗിക കത്തിടപാടുകളെല്ലാം അവരുടെ ഭാഷയിലാണ്. അപ്പോൾ പഴയ ബില്ല് നോക്കിയിട്ടാണ് കർണാടക മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം. മലയാള ഭാഷാ ബില്ല് കാസർകോട്ടെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ മൗലിക അവകാശങ്ങൾ തകർക്കുന്നുവെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നുമാണ് കർണാടക മുഖ്യമന്ത്രിയുടെ വിമർശനം. മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നുവെന്ന കർണാടക മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അപകടകരമെന്ന് മന്ത്രി എം പി രാജേഷും പറഞ്ഞു. ഭാഷാ ന്യൂനപക്ഷ ബില്ലിൽ അങ്ങനെയില്ല. ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവന സിദ്ധരാമയ്യ പിൻവലിക്കണം. സംഘപരിവാറിനെ പോലെ വിദ്വേഷത്തിന് കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്നും ബുൾഡോസർ കൊണ്ട് വീട് തകർത്തതിൽ കേരളം പ്രതികരിച്ചതിന്റെ പ്രതികാരമാണെന്നും എം പി രാജേഷ് പറഞ്ഞു. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ മേൽ മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നു എന്നത് വളരെ നിരുത്തരവാദപരമായിട്ടുള്ളൊരു ആരോപണമാണ്. സിദ്ധരാമയ്യയെ പോലൊരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഇത്തരം അപകടകരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതിന് മുമ്പ് വസ്തുതകൾ മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കേണ്ടതായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ട് സംസാരിച്ചാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമാകുമായിരുന്നല്ലോ. അദ്ദേഹം ഏത് ബില്ലിന്റെ കാര്യമാണ് പറയുന്നതെന്ന് അദ്ദേഹം പരിശോധിക്കണം. നിയമസഭ പാസാക്കിയ ബില്ലിൽ അങ്ങനെയുള്ള വ്യവസ്ഥകളൊന്നുമില്ല. വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഭാഷാ ന്യൂനപക്ഷ പ്രദേശങ്ങളായി നോട്ടിഫൈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് എല്ലാ കത്തിടപാടുകളും സെക്രട്ടേറിയറ്റോ വകുപ്പ് മേധാവികളോ ഒക്കെ ആയിട്ടുള്ള കത്തിടപാടുകൾ അവരുടെ ഭാഷയിൽ നടത്താം, മറുപടി അവരുടെ ഭാഷയിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് മലയാളം നിർബന്ധിതമല്ല, അവരുടെ ഭാഷ തിരഞ്ഞെടുക്കാം എന്ന് ബില്ലിൽ വ്യക്തമായിട്ടുള്ള വ്യവസ്ഥയുണ്ട്. എന്നിട്ട് നേരെ വിപരീതമായിട്ട് സിദ്ധരാമയ്യയെ പോലുള്ള ആൾ പറയുന്നത് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ. ബി.ജെ.പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാത്രി തിരുവനന്തപുരത്ത്. നാളെ സംസ്ഥാന കോർ കമ്മിറ്റി, NDA നേതൃയോഗം എന്നിവയിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ ചർച്ചയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരുടെ സമ്മേളനത്തിലും അമിത്ഷാ പങ്കെടുക്കും. CPM മുൻ MLA S. രാജേന്ദ്രൻ BJP-യിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പാർട്ടി പ്രവേശനത്തെക്കുറിച്ച് BJP നേതൃത്വം പ്രഖ്യാപനം നടത്തുമെന്നും S. രാജേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടു സംസാരിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അവരുടെ ഒരു കൺക്ലൂഷൻ, ഒരു തീരുമാനങ്ങളോടുകൂടി എത്തിച്ചേരുമ്പോഴാണ് ഫൈനലൈസ് ആവുക. പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇതേ ഉള്ളൂ കാര്യം. കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മളും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പിന്നെ മത്സരമോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല.
തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റോടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് നിർണായക വഴിത്തിരിവിലെത്തി നിൽക്കെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. തന്ത്രിയുടെ അറസ്റ്റിനെ തുടർന്നുള്ള സാഹചര്യങ്ങൾ യോഗം വിലയിരുത്തും. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് AK ബാലൻ നടത്തിയ പരാമർശങ്ങളെ ചൊല്ലിയുള്ള വിവാദങ്ങളും ചർച്ചയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. പരിചയസമ്പന്നരെ ഒഴിവാക്കി യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകിയായിരുന്നു 2021 CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക. എന്നാൽ ഭരണ തുടർച്ച ഉറപ്പാക്കാൻ സിറ്റിംഗ് MLAമാരിൽ ഭൂരിഭാഗത്തെയും ഇത്തവണ രംഗത്തിറക്കാനാണ് CPM തീരുമാനം. ഇതിനായി വ്യവസ്ഥയിലും ഇളവ് നൽകും. ഇതോടെ പുതുമുഖങ്ങൾക്ക് കാര്യമായ പ്രാതിനിധ്യം ലഭിക്കാനിടയില്ല. 2021 CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഏറ്റവും വലിയ പ്രത്യേകത പുതുമുഖങ്ങളുടെ വലിയ സാന്നിധ്യമായിരുന്നു. മുതിർന്ന നേതാക്കളെ, ഒരു പിടി മുതിർന്ന നേതാക്കളെ, EP ജയരാജനും AK ബാലനും TM തോമസ് ഐസക്കും G സുധാകരനും അടക്കമുള്ള പരിചയസമ്പന്നരായ പാർലമെന്റ് രാഷ്ട്രീയത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു പിടി നേതാക്കളെ മാറ്റി നിർത്തിയാണ് CPM സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ആ ഘട്ടത്തിൽ അത് വലിയൊരു അത്ഭുതമുണ്ടാക്കിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്തു. ആ പ്രധാനപ്പെട്ട നേതാക്കളുടെ സീറ്റുകളിലൊക്കെ അതേ ആളുകൾ ജയിച്ചു വന്നു. യുവാക്കളുടെ വലിയൊരു നിര നിയമസഭയിലേക്ക് 2021 കടന്നു വന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് അത് മന്ത്രിസഭാ രൂപീകരണത്തിന് സമാനമായ രീതിയാണ് CPM സ്വീകരിച്ചത്. പുതുമുഖങ്ങൾക്ക് പരമാവധി അവസരം കൊടുത്തു, പരിചയസമ്പന്നരെ മാറ്റി നിർത്തി. എന്നാൽ പിന്നീട് അങ്ങോട്ട് അത്ര അധികം ഗുണം ചെയ്തില്ല. അത് MLAമാരുടെ പെർഫോമൻസ് എന്ന രീതിയിൽ എടുത്തു നോക്കിയാലും മന്ത്രിമാരുടെ പ്രകടനം നോക്കിയാലും ഒന്നും ആ രീതിയിൽ ഗുണം ചെയ്തില്ല എന്ന വിമർശനം പല തവണ CPMന്റെ നേതൃയോഗങ്ങൾ ഉയർന്നു വന്നു. പക്ഷേ ഇത്തവണ CPM പുതുമുഖങ്ങൾക്ക് അവസരം കുറയ്ക്കാൻ ആലോചിക്കുന്നത് ആ കാരണം കൊണ്ട് മാത്രമല്ല, പകരം വിജയമെന്നത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും തുടർഭരണത്തിൽ തുടർച്ച ഉറപ്പാക്കാനുള്ള ശ്രമത്തിൽ ഈ നിലവിലെ MLAമാർ മത്സരിച്ചാൽ മാത്രമേ ജയസാധ്യതയുള്ളൂ എന്ന മണ്ഡലങ്ങളിൽ അവർ തന്നെ വീണ്ടും അണിനിരത്തും. അങ്ങനെയെങ്കിൽ ടേം വ്യവസ്ഥയിൽ CPM ഇളവ് നൽകാൻ ഇപ്പോൾ തന്നെ ആലോചനകൾ ശക്തമാണ്. അങ്ങനെ വരുമ്പോൾ പുതുമുഖങ്ങൾക്ക് അവസരം കുറയുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ വരുമ്പോഴും ചിലയിടങ്ങളിലൊക്കെ പുതുമുഖങ്ങളെ അണിനിർത്തിയേ മതിയാകും. അത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ സിറ്റിംഗ് MLAമാരോ ഒക്കെ മാറി നിൽക്കേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ അത്തരത്തിൽ പുതിയ ആളുകളെ പരിഗണിക്കേണ്ടി വരും. ചിലയിടങ്ങളിൽ ജില്ലാ സെക്രട്ടറിമാർ MLAമാർ ജില്ലാ സെക്രട്ടറിമാരായി മാറിയ സാഹചര്യമുണ്ട്. അവിടെ ഉദാഹരണത്തിന് തൃക്കരിപ്പൂർ പോലുള്ള മണ്ഡലങ്ങളിൽ അവിടെ VV രമേശൻ, VPP മുസ്തഫ തുടങ്ങിയ പേരുകൾ CPM പരിഗണിക്കുന്നുണ്ട്. കണ്ണൂരിൽ VK സനോജ്, M ഷാജർ, MV നികേഷ് കുമാർ തുടങ്ങിയ പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പുതുതായി കടന്നു വരാൻ വലിയ സാധ്യതയുള്ള പേരുകളാണ്. കോഴിക്കോടും വസീഫ് DYFയുടെ നേതാവ്, കൊയിലാണ്ടിയിലും SK സജീഷ്, ഒരുപക്ഷെ TP രാമകൃഷ്ണൻ മത്സരിച്ചില്ലെങ്കിൽ പേരാമ്പ്രയിലും മുസാഫർ അഹമ്മദ്, PP ദിവാകരൻ എന്നീ പേരുകളുമൊക്കെ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഉയർന്നു വരുന്നു. മുതിർന്ന നേതാവ് പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഒരുപക്ഷെ ഇരിങ്ങാലക്കുടയിലോ അല്ലെങ്കിൽ പൊന്നാനിയിലോ മത്സരിച്ചേക്കും. കൊല്ലത്ത് SR അരുൺ ബാബുവിൻ്റെ പേര്, DYF പേരുണ്ട്. അങ്ങനെ ചിലയിടങ്ങളെങ്കിലും പുതുമുഖങ്ങൾ ഉണ്ടാകും. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ പുതുമുഖങ്ങൾക്ക് വലിയൊരു പ്രാതിനിധ്യം ഇത്തവണത്തെ പട്ടികയിൽ ഉണ്ടാകാൻ ഇടയില്ലെന്നാണ് ഇപ്പോൾ CPM നടക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ ഇടപെട്ടുവെന്ന് കൊച്ചി മേയർ VK മിനിമോൾ. പദവികൾ തീരുമാനിച്ചപ്പോൾ സംഘടനയ്ക്ക് ശക്തി കാണിക്കാൻ സാധിച്ചതായും സഭയിൽ നിന്ന് ശബ്ദമുയർത്തിയതിന് ഉത്തരം ലഭിച്ചിട്ടുണ്ടെന്നും VK മിനിമോൾ പറഞ്ഞു. കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ ജനറൽ അസംബ്ലി ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു മേയറുടെ പരാമർശം. സഭ പിന്തുണ നൽകിയിട്ടുണ്ടാകുമെന്നും അത് തെറ്റാണെന്ന് തോന്നുന്നില്ലെന്നും കോഴിക്കോട് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കലും പ്രതികരിച്ചു. കൊച്ചി മേയർ സ്ഥാനം തനിക്ക് ലഭിക്കാൻ സഭ ഇടപെട്ടു എന്ന വെളിപ്പെടുത്തലാണ് മിനിമോളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് KRLCCയുടെ ജനറൽ അസംബ്ലിയുടെ ഉദ്ഘാടനത്തിൻ്റെ ഇടയിലാണ് മിനിമോൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. പ്രത്യേകിച്ചും മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ലാത്ത സാഹചര്യവും ദീപ്തി മേരി വർഗീസ് പുറത്തായ സാഹചര്യവും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് മിനിമോളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഉണ്ടാകുന്നത്. അതും പിതാക്കന്മാരെല്ലാവരും തനിക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ള കാര്യം തനിക്കറിയാം. ഇത് മാത്രമല്ല, ഈ ഒരു അവസരത്തിൽ ലത്തീൻ സഭയുടെ സംഘടിത ശക്തി വ്യക്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് മിനിമോൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മിനിമോൾ തന്നെ സ്ഥിരീകരിക്കുകയാണ് കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്താണ് എന്നുള്ളത്. ഇക്കാര്യത്തിൽ നേരത്തെ അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ദീപ്തി മേരി വർഗീസ് ഏത് സാഹചര്യത്തിലാണ് പുറത്തായത്, KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നുള്ള പ്രധാനപ്പെട്ട പരാതി ഇപ്പോഴും സംസ്ഥാന KPCCയുടെ മുന്നിലുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുമായി മിനിമോൾ രംഗത്തെത്തുന്നത്. അതും ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടാണ് മിനിമോൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. അതേസമയം തന്നെ സഭയുടെ ഭാഗത്തു
നിന്നും അത്തരം പിന്തുണ ഉണ്ടായിട്ടുണ്ടാകും. അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് കോഴിക്കോട് അതിരൂപത മെത്രാപ്പൊലീത്ത വർഗീസ് ചക്കാലക്കൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. അദ്ദേഹം KCBC അധ്യക്ഷൻ കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ സഭയുടെ ഭാഗത്തുനിന്നും അത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നത് തെറ്റല്ല. അത്തരം പിന്തുണകൾ ഉണ്ടാകാറുണ്ട്. അതല്ലെങ്കിൽ മിനിമോൾക്കെന്നല്ല മറ്റുള്ള ആളുകൾക്കാണെങ്കിൽ കൂടിയും അത്തരം പിന്തുണകൾ നൽകാറുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ, അത്തരത്തിലൊരു പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. അതേസമയം സഭയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ കൃത്യമായ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നോ ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യണമോ എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നില്ല. അങ്ങനെ പറയുന്നെങ്കിൽ പോലും മിനിമോൾക്ക് മേയർ സ്ഥാനം ലഭിക്കാൻ വേണ്ടി സഭ ഇടപെട്ടു എന്നുള്ള കാര്യത്തിൽ കൂടുതൽ ക്രിസ്റ്റൽ ക്ലിയറായി ആ കാര്യം വ്യക്തമാവുകയാണ് എന്നുള്ളതാണ്. മിനിമോളും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതും ഒരു മാധ്യമങ്ങൾക്ക് മുൻപിലുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിലായിരുന്നില്ല. അതായത് ഈ KRLCCയുടെ ജനറൽ അസംബ്ലിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് മിനിമോൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നതും. അത് ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലും ഇത്തരത്തിൽ ആ പ്രതികരണം സ്ഥിരീകരിക്കുന്ന പ്രതികരണമായിരുന്നു വർഗീസ് ചക്കാലക്കലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. തൃശ്ശൂരിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളുടെ പേരുകളിൽ ഇനി താമരയും 15ാം വേദിയായ ഡാലിയയുടെ പേര് മാറ്റിയാണ് താമര എന്ന പേര് നൽകിയത്. താമര ഒഴിവാക്കിയത് വിവാദമായതിന് പിന്നാലെയാണ് തീരുമാനം. കലോത്സവത്തിൽ ഒരു വേദിക്ക് താമര എന്ന പേര് നൽകുമെന്നും കുഞ്ഞുമക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ വഴക്കും വക്കാണവുമല്ല വേണ്ടതെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഇതിലൊരു വിവാദ ചർച്ചയ്ക്ക് ഞങ്ങൾ പോകുന്നില്ല. ഇതിനോട് സ്വന്തമായി നടന്നുകൊണ്ട് പാലക്കാട് അധ്യാപകൻ വിദ്യാർത്ഥിക്ക് മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. മലമ്പുഴ കൊട്ടേക്കാടിൽ സംസ്കൃത അധ്യാപകനെതിരെ മൊഴി നൽകി കൂടുതൽ വിദ്യാർത്ഥികൾ. നേരത്തെ മൊഴി നൽകിയ 5 കുട്ടികൾക്ക് പുറമെ ഇപ്പോൾ 8 കുട്ടികൾ കൂടി പോലീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളെയും അനിൽ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നതായാണ് പോലീസ് നിഗമനം. സ്കൂളിലെ കൂടുതൽ കുട്ടികളെ CWC കൗൺസിലിങ്ങിന് വിധേയരാക്കി വരികയാണ്. അതേസമയം പീഡന വിവരം അറിഞ്ഞിട്ടും പോലീസിൽ അറിയിക്കാത്തതിൽ സ്കൂളിലെ അധ്യാപകരെയും കേസിൽ പ്രതി ചേർക്കും. 6 വർഷം മുൻപാണ് പ്രതി സ്കൂളിലെത്തിയത്. അന്നോട്ടുള്ള ഇയാളുടെ പശ്ചാത്തലവും മലമ്പുഴ പോലീസ് അന്വേഷിച്ചു വരികയാണ്. സംഭവത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇടവേള. മകരവിളക്കിന് സജ്ജമാവുകയാണ് ശബരിമല. തീർത്ഥാടകർ തമ്പടിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് തിരക്കിന്ന് കുറവാണ്. ഉച്ചവരെ 40,000 തീർത്ഥാടകർ മാത്രമാണ് സന്നിധാനത്ത് എത്തിയത്. ശബരിമല സന്നിധാനം മകരവിളക്കിനായി ഒരുങ്ങുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഓരോ മേഖലയിലും പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഏറ്റവും അധികം തീർത്ഥാടകർ മകരവിളക്കിന്റെ സമയത്ത് തമ്പടിക്കാറുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ മുന്നൊരുക്കങ്ങൾ. പാണ്ടിത്താവളം, അതുപോലെ തന്നെ കൊപ്രാക്കളം, വാട്ടർ ടാങ്കിന്റെ പരിസരം തുടങ്ങി സാധാരണഗതിയിൽ മകരവിളക്കിന് തീർത്ഥാടകർ കൂടുതലായി തടിച്ചുകൂടുന്ന മേഖലകളിൽ ആ പ്രദേശത്ത് ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെയെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ സന്നിധാനത്ത് നിന്ന് തീർത്ഥാടകർ പർണശാല കെട്ടി താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുൻപൊക്കെ അവിടെ പാചകം ചെയ്യാൻ അനുവാദം നൽകിയിരുന്നെങ്കിൽ ഇത്തവണ അവിടെ അടുപ്പ് ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം പർണശാല കെട്ടി താമസിക്കുന്നവർക്ക് സൗജന്യമായി ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള ഒരുക്കങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണ്. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് എത്തും. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിലെ മുന്നൊരുക്കങ്ങളുടെ വിലയിരുത്തൽ ഉണ്ടാകും. ഇന്നലെ പോലീസിന്റെയും മറ്റ് വകുപ്പുകൾ RIFന്റെയും മറ്റ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുകയും അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് തിരക്ക് അല്പം കുറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ എത്തിച്ചേരുന്ന തീർത്ഥാടകരിൽ വലിയൊരു ഭാഗം ഇവിടെ തന്നെ തങ്ങും എന്ന് തന്നെയാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അതിന് തക്ക ഒരു മുൻകരുതൽ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇന്നലെ 82,000-ലധികം പേർ മാത്രമാണ് സന്നിധാനത്തെത്തിയത്. ഇന്നും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. മണിക്കൂറിൽ 2,000-നും 3,000-നും തീർത്ഥാടകർ മാത്രമാണ് പമ്പയിൽ സന്നിധാനത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാതെ എവിടെയും കാത്തു നിൽക്കാതെ സന്നിധാനത്തേക്ക് എത്തി ദർശനം നടത്തി മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് സന്നിധാനത്ത് ഇപ്പോഴുള്ളത്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മകരവിളക്കിന് വേണ്ടി തീർത്ഥാടകർ തമ്പടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സന്നിധാനത്ത് ഉണ്ടാവുക. അപ്പോൾ ആളുകൾ വന്നില്ലെങ്കിലും ഇവിടെ നിൽക്കുന്നവരുടെ എണ്ണം കൂടി കണക്കാക്കുമ്പോൾ തിരക്ക് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. എന്നാണെങ്കിലും മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയാകുന്നത്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ 12-ാം തീയതിയും 13-ാം തീയതിയായിട്ട് ആരംഭിക്കും. എന്നാണെങ്കിലും മകരവിളക്കിനായിട്ട് സന്നിധാനം ഒരുങ്ങുകയാണ്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18.
തിരുവനന്തപുരം പൊന്മുടിയിൽ പരിക്കേറ്റ കുരങ്ങിന് രക്ഷകരായി പോലീസ്. വാഹനം തട്ടി പരിക്കേറ്റ അബോധാവസ്ഥയിൽ വഴിയിൽ കിടന്ന കുരങ്ങിനെയാണ് ASI ഗോപകുമാറും ഉദ്യോഗസ്ഥരായ രഞ്ജിത്തും പ്രാഥമിക ശുശ്രൂഷ നൽകി രക്ഷപ്പെടുത്തിയത്. കയ്യിൽ കരുതിയിരുന്ന വെള്ളവും ഭക്ഷണവും കുരങ്ങിന് നൽകി. വൈദ്യുതാഘാതമേറ്റതോ പരസ്പരമുള്ള തല്ലുകൂടലിലോ ആകാം പരിക്കേറ്റതെന്നാണ് നിഗമനം. താമരശ്ശേരി ചുരം 9-ാം വളവിൽ ലോറി കുടുങ്ങിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങളുടെ നിര മുകളിലേക്ക് ലക്കിടിയും താഴേക്ക് 2-ാം വളവും പിന്നിട്ടു. പുലർച്ചെ 6:30-ക്ക് പുഴയിൽ രാസമാലിന്യം ഒഴുക്കിയെന്ന് പരാതി. കോഴിക്കോട് തോട്ടുമുക്കം ചെറുപുഴയിലേക്കാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. കക്കൂസ് മാലിന്യമാണോ എന്നും സംശയമുണ്ട്. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തോട്ടുമുക്കം പനമ്പിലാവ് പാലത്തിൽ നിന്നാണ് മാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയത്. സംഭവത്തിൽ നാട്ടുകാർ ആരോഗ്യവകുപ്പിനും പോലീസിനും പരാതി നൽകി. കണ്ണൂർ രാമന്തളി പഞ്ചായത്തിലെ വടക്കുംപാട് വയൽ മണ്ണിട്ട് നികത്താൻ നീക്കം. മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള ഫാർമേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയാണ് വയൽ നികത്താനുള്ള നീക്കം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ മണ്ണിടുന്നത് അറിഞ്ഞ് റവന്യൂ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രവൃത്തി നിർത്തിവെക്കാൻ നോട്ടീസ് നൽകി. ഇറക്കിയ മണ്ണ് നീക്കം ചെയ്യാനും സൊസൈറ്റി ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് 10 സെന്റ് വയൽ നികത്തി മതിൽ കെട്ടാനുള്ള ശ്രമം റവന്യൂ അധികൃതർ തടസ്സപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് KSRTC ബസ് കയറിയിറങ്ങി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരുന്ന യുവതി മരിച്ചു. കഴക്കൂട്ടം സ്വദേശിനി 38-കാരിയായ സന്ധ്യയാണ് മരിച്ചത്. ടെക്നോ പാർക്കിന് സമീപം ബുധനാഴ്ചയാണ് അപകടമുണ്ടായത്. ബസ്സിനടിയിലേക്ക് വീണ സന്ധ്യയുടെ കാലിൽ കൂടി ചക്രങ്ങൾ കയറിയിറങ്ങുകയായിരുന്നു. തുടർന്ന് യുവതിക്ക് 2 കാലുകളും നഷ്ടമായി. അപകടനില തരണം ചെയ്യാതിരുന്ന സന്ധ്യ ഇന്ന് വെളുപ്പിന് മരണത്തിന് കീഴടങ്ങി. ടെക്നോ പാർക്കിൽ ഗൈഡ് ഹൗസ് കമ്പനിയിലെ ജീവനക്കാരിയായിരുന്നു. തിരുവനന്തപുരം അണ്ടൂർക്കോണത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് യുവാവ് മരിച്ചു. അണ്ടൂർക്കോണം AS മൻസലിൽ 45-കാരനായ അൻഷാദാണ് മരിച്ചത്. വെളുപ്പിന് 3 മണിയോടെ അണ്ടൂർക്കോണം LPSന് സമീപമായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട സ്കൂട്ടർ മൂടിയില്ലാത്ത ഓടയിലേക്ക് വീഴുകയായിരുന്നു. പോലീസും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും മരിച്ചു. കഴക്കൂട്ടത്തെ സ്വകാര്യ കോച്ചിംഗ് സെന്ററിലെ ജീവനക്കാരനായിരുന്നു അൻഷാദ്. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി യുവാവ് മരിച്ചു. ശ്രീകണ്ഠാപുരം സ്വദേശി 40-കാരനായ ടോം തോംസൺ ആണ് മരിച്ചത്. രോഗിയായ പിതാവ് തോമസിന്റെ കൂട്ടിരിപ്പുകാരനായി ആശുപത്രിയിൽ എത്തിയതായിരുന്നു. പുലർച്ചെ 2 മണിയോടെ കെട്ടിടത്തിന്റെ 7-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. പശ്ചിമബംഗാളിൽ EDയും മമതാ സർക്കാരും തമ്മിൽ പോരുമുറുകുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജി നൽകിയ പരാതിയിൽ EDക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ED പിടിച്ചെടുത്ത രേഖകൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും സർക്കാരും അന്വേഷണം തടസ്സപ്പെടുത്തുന്നു എന്നാരോപിച്ച് ED നൽകിയ റിട്ട് ഹർജി കൽക്കട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ ബ്രാൻഡായ പെട്രയുടെ എക്സ്ക്ലൂസീവ് എക്സ്പീരിയൻസ് സെന്റർ മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ചു. പെരിന്തൽമണ്ണയിലെ S&S ഡോർസ് ആൻഡ് വിൻഡോസിന്റെ 2ാമത്തെ പെട്രയുടെ എക്സ്പീരിയൻസ് സെന്ററാണിത്. മലപ്പുറം MLA P. ഉബൈദുള്ള എക്സ്പീരിയൻസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം മുനിസിപ്പൽ ചെയർപേഴ്സൺ റിനിഷ, S&S ഡോർസ് രക്ഷാധികാരി വേലായുധൻ എന്നിവർ ചേർന്ന് പെട്രയുടെ ഏറ്റവും പുതിയ മോഡലുകളുടെ ഉദ്ഘാടനവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം യൂണിറ്റ് സെക്രട്ടറി മുജീബ് റഹ്മാൻ ആദ്യ വിൽപ്പനയിൽ നടത്തി. ഇനി സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് പവന് 12,875, ഗ്രാമിന് 1,03,000. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,680, പവന് 85,440. വെള്ളി ഗ്രാമിന് 260, കിലോയ്ക്ക് 2,60,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.